RSS പ്രവർത്തകൻ ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികളായ 11 പോപ്പുലർ ഫ്രണ്ട് മുൻ പ്രവർത്തകർക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. നേരത്തെ 17 പേർക്ക് ഹൈക്കോടതിയും 6 പേർക്ക് സുപ്രീംകോടതിയും ജാമ്യം അനുവദിച്ചിരുന്നു. തോഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തോഫീഖ്, ജാമ്യ വ്യവസ്ഥകൾ എന്തെങ്കിലും കോടതി മുന്നോട്ട് വെച്ചോ? വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് UAPA കേസിൽ 11 പോപ്പുലർ ഫ്രണ്ട് മുൻ പ്രവർത്തകർക്കാണ് സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മുൻ പ്രവർത്തകരായ മുഹമ്മദ് അലി അൻസാരി, ഖാജ ഹുസൈൻ, അബ്ദുൽ ജലീൽ, ഹനീഫ ഹക്കീം, ഖാജ ഹദ ഹുസൈൻ, അബ്ബാസ്, PS അമീർ അലി, ബഷീർ, നൌഷാദ് എന്നിവർക്കാണ് സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ കേസിൽപ്പെട്ട 17 പേർക്ക് ഹൈക്കോടതിയും 6 പേർക്ക് സുപ്രീം കോടതിയും ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി നേരത്തെ ശരിവെക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 11 പേർ കൂടി സുപ്രീം കോടതി ഈ കേസിൽ ജാമ്യം നൽകിയിരിക്കുന്നത്. ISIS പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ കേസ് ആരോപിക്കപ്പെട്ട് ജയിലിൽ അടച്ചിരിക്കുന്ന ഒരാളുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചില്ല. ആ ജാമ്യം കോടതി നിരസിച്ചു. മറ്റ് 11 പേർക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി.